നേപ്പാളിൽ രാജവാഴ്ച പുനഃസ്ഥാപിക്കണമെന്നും ഹിന്ദുരാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി നടക്കുന്ന പ്രക്ഷോഭം വലിയ കലാപമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. കാഠ്മണ്ഡുവിലും സമീപ പ്രദേശങ്ങളിലുമൊക്കെ അനവധി വാഹനങ്ങൾക്കും വീടുകൾക്കും നേരെ ആക്രമണമുണ്ടായി. വാഹനങ്ങൾ തീയിട്ട് നശിപ്പിച്ചു. സൈന്യത്തെ വിന്യസിച്ചിരിക്കുകയാണ് ഇപ്പോൾ നേപ്പാൾ സർക്കാർ. ഒപ്പം തന്നെ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുൻ രാജാവ് ജ്ഞാനേന്ദ്ര വിക്രം ഷായുടെ ചിത്രങ്ങൾ ഉയർത്തിക്കൊണ്ടായിരുന്നു പ്രകടനക്കാർ രാജ്യമെമ്പാടും വിവിധ ഇടങ്ങളിൽ പ്രകടനം നടത്തിയത്. ഇപ്പോഴും പ്രകടനം തുടരുന്നതായിട്ടും ചില വാർത്തകൾ പുറത്തു വരുന്നു. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് രാജ്യം ചൈനയ്ക്ക് അടിയറ വയ്ക്കുന്ന തരത്തിലേക്കായിരുന്നു അവിടുത്തെ ഭരണാധികാരികൾ മുൻപോട്ട് പോയിരുന്നത്. 2008 ഔദ്യോഗികമായി നേപ്പാൾ രാജഭരണം അവസാനിച്ചത്. ഏതായാലും വലിയൊരു പ്രതിഷേധം തന്നെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നേപ്പാളിൽ അലയടിക്കുന്നത്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമായ നിമിഷങ്ങൾ തന്നെയാണിത്. കാരണം നമ്മുടെ അയൽ രാജ്യമാണ് നേപ്പാൾ. അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളെ ജാഗ്രതയോടുകൂടി തന്നെയാണ് ഇന്ത്യ കാണുന്നത്. ഏതായാലും ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടിയിട്ടുള്ള പ്രതിഷേധങ്ങൾ വലിയ കലാപങ്ങളിലേക്കും നിരോധനാജ്ഞയിലേക്കും നീങ്ങിയിരിക്കുന്നു. ഒപ്പം ഈ വെടിവെപ്പിൽ ഒരാൾ കൊല്ലപ്പെട്ടതായിട്ടുള്ള വാർത്തയും പുറത്തു വരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.